ഹായ് എവ്രി വൺ. FIUGP മേജർ ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കറണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യില്ല, അവിടെ ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അടുത്ത ഒരാളാണ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇൻസുലേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് അവിടെ കറണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും, അതായത് ലോ റെസിസ്റ്റിവിറ്റി ആണ്. അടുത്തൊരാളാണ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇൻസുലേറ്ററിൻ്റെയും കണ്ടക്ടറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്: സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി ഇൻസുലേറ്ററിനേക്കാൾ ചെറുതും എന്നാൽ കണ്ടക്ടറിനേക്കാൾ വലുതും ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്: ഏതെങ്കിലും സ്യൂട്ടബിൾ മെറ്റാലിക് ഇമ്പ്യൂരിറ്റി നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് ആർസനിക്, ഗാലിയം അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ചേഞ്ചസ് അപ്രീഷ്യബിളി എന്നാണ് പറയുന്നത്. ബോൺസ് ഇൻ സെമി കണ്ടക്ടറാണ് അടുത്ത് പറയുന്നത്. ദ ആറ്റം ഓഫ് എവറി എലമെൻറ്റ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ബോണ്ടിങ് ആക്ഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അതായത് ഓരോ ആറ്റത്തിനും നമുക്കറിയാം, ഓരോ ആറ്റത്തിനും അതിൻ്റെ ലാസ്റ്റ് ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 8 ഇലക്ട്രോൺസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലേ? മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ദ ലാസ്റ്റ് ഓർബിറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആറ്റംസ് ഒന്നെങ്കിൽ ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്യും. ഇൻ സെമി കണ്ടക്ടേഴ്സ് ബോൺസ് ആർ ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. സച്ച് ബോൺസ് ആർ കോൾഡ് കോവാലൻറ്റ് ബോണ്ട്. അതായത് സെമി കണ്ടക്ടർ ബോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ആൻഡ് ഈ തരത്തിലുള്ള ബോൺസിനെ വിളിക്കുന്ന പേരാണ് കോവാലൻറ്റ് ബോണ്ട്. അതായത് നമുക്കറിയാം കോവാലൻറ്റ് ബോൺസ് ആർ ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണെന്നുള്ളത്. ഇത്തരത്തിൽ അഡ്ജസൻറ്റ് ആറ്റംസിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്താണ്? ഡയറക്റ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ ഇൻ സെമി കണ്ടക്ടർ ആർ നോട്ട് ഫ്രീ എന്നതാണ്. വാലൻസ് ഇലക്ട്രോൺ സെമി കണ്ടക്ടറിലെ വാലൻസ് ഇലക്ട്രോൺ എന്തല്ല? ഫ്രീ അല്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ സിലിക്കൺ എടുക്കുകയാണെങ്കിൽ സിലിക്കണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ്. ആ 4 ഇലക്ട്രോൺ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് പരസ്പരം ഷെയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പിക്കിൽ കാണുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്രിസ്റ്റൽസിനെ കുറിച്ചാണ്. ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ഒരു പ്രത്യേക ഓർഡറിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേണിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതുപോലെ തന്നെ ക്രിസ്റ്റൽസിൽ അതിൽ ഓരോ ആറ്റംസും അതിൻ്റെ നെയ്ബറിങ് ആറ്റംസുമായിട്ട് ഒരു പീരിയോഡിക് മാനറിൽ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റേറ്റീവ് അറേഞ്ച്മെൻറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സറൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.